ഹലോ ഗൈസ്, നമ്മളിവിടെ ചിക്കൻ കഴുകിയെടുത്ത് മസാല എടുത്ത് വെച്ചേക്കുന്നു. ചേട്ടനും ഞാനും എന്താ ചെയ്യാൻ പോന്നു? ഞാൻ ബർഗർ ഉണ്ടാക്കുന്ന എൻ്റെ ഭംഗി ഇവിടെ ഉണ്ട്. ചേട്ടനാണ് നറൂട്ടോ സീരീസിലെ റാമൻ ഉണ്ടാക്കുക. അതിനുള്ള മലക്കറി എടുത്ത് വെച്ച്. എനിക്കുള്ള മലക്കറിയും ഉണ്ട്. ഞാൻ എണിച്ചില്ലേ? ഓക്കെ. അപ്പം ഇത് ചേട്ടന് ആവശ്യമുണ്ടോ? വേണ്ടല്ലോ. അപ്പം ഞാൻ ഫ്രിഡ്ജ് എൻ്റെ ചിക്കനും എത്തി, എൻ്റെ വെജിറ്റബിൾസ്. ഇനി എൻ്റെ ബണ്ണൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ്. ഇത് റാമൻ മുട്ട രണ്ടെണ്ണം വെച്ചേക്കുന്നത്. റാമൻ ചൈനീസിലെ ഒരു ഡിഷ്. പിന്നെ നറൂട്ടോ ദിവസവും കഴിക്കുന്ന സാധനമാണ്. മീശ കൊടുത്താലും നറൂട്ടോ വിട്ടൊരു കളിയുമില്ല. നറൂട്ടോ ദിവസവും കഴിക്കുന്ന സ്വന്തമായിട്ട് കഴിക്കുന്ന കാണാൻ കണ്ടോ? നിങ്ങളെ വീട്ടിലുണ്ടോ ഇത് കണക്ക് ബുദ്ധിയുള്ള കുട്ടികൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി തന്നു? വേറൊരെണ്ണം ബർഗർ. എന്തോ ബർഗർ, പക്ഷേ ഇത് വെട്ടിയത് ശരിയാവാത്തോണ്ട് ഭംഗിയില്ല. വെട്ടിയത് ശരിയാവാത്തതുകൊണ്ട്, കൂടാതെ പാന് ചമ്മി ഇരുന്നത്, അതുകൊണ്ട് വെട്ടിയത് ശരിയാവത്തില്ല. വെട്ടിയത് ശരിയാവാഞ്ഞതുകൊണ്ട് ബർഗർ ചമ്മിപ്പോയി. പിന്നെ ഡ്രാഗൺ വളരെ ഡെക്കറേഷനോട് കൂടിയൊക്കെ ഡ്രാമൻ അത് വളരെ ഡെക്കറേഷനോട് കൂടിയൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. അത് ശരിയായി. അങ്ങനെ അത് രണ്ടും കൂടി ഒന്ന് വിശാലമായിട്ട് തിന്നാൻ പോവാം. ഒരു അവസാനം പോയി പോക്കെടുത്തുണ്ടെന്ന് കഴിക്കാൻ വേണ്ട. ഇതെന്തോ ഇതടാ ഈ സാധനങ്ങള്? അത് സോയാ സോസും മാഗിയുടെ മസാലയിട്ട് കുഴച്ചെടുത്ത് അതിനുശേഷം അതൊരു 30 സെക്കൻഡ്സ് വേവിച്ച്. ഇതിനകത്ത് എന്തൊക്കെയാടാ കണ്ണ ഇട്ടിരിക്കുന്നത്? കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ അതിനകത്ത് റെഡ് കളറിൽ ഒരു ചമ്മന്തി കാണിച്ചു. ഞാൻ ഒന്നും നോക്കിയില്ല. ഇച്ചിരി പുളിമുളക് അരച്ചിട്ട് പിന്നെ ഇച്ചിരി സോയാ സോസ് ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കി കലക്കി. സംഭവം കലക്കിയിട്ട് കലങ്ങുന്നില്ല. പിന്നെയാണ് മനസ്സിലായ സാധനം കലങ്ങത്തില്ല, ഈ വെള്ളവും കൂടെ ഒഴിക്കുമ്പോഴാണ് കലങ്ങുന്നത്. ഞാൻ അങ്ങനെ ഇട്ടങ്ങ് എടുത്തു. പക്ഷെ കുഴപ്പമില്ല, സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്.